ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. സൈലം ഹൈബ്രിഡ് ക്യാമ്പസിലെ മറ്റൊരു ഫ്യൂച്ചർ ഡോക്ടർ നമ്മളുടെ ഹിബയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഹിബയുടെ പ്രിപ്പറേഷനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. ഏത് സ്റ്റേജിലാണ് എത്തിയിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇപ്പോൾ ഹിബ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ്സ്, സ്ട്രാറ്റജീസ്, അതൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ഹിബ, വെൽക്കം ടു ദ സെഷൻ. സോ എന്താണ് നമ്മുടെ അവസ്ഥ ഇപ്പോഴത്തെ? ഇപ്പോ കൊറേയൊക്കെ പോർഷൻസ് കഴിഞ്ഞു, റിവൈസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി കുറച്ചുകൂടി പോർഷൻസ് ബാക്കിയുണ്ട്. ഇനി പ്രീനീറ്റ് എഴുതണം. ഓക്കെ, ബാക്ക്ലോഗ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ബാക്ക്ലോഗ്സ് ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ മൊഡ്യൂൾ എക്സാമിന് ഓരോ പോർഷൻസ് കവർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ബാക്ക്ലോഗ്സ് കവർ ചെയ്യും. അത് അങ്ങനെ പഠിച്ച് പോയി. അപ്പോൾ ഇപ്പോൾ ഒരുവിധം ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? ബാക്ക്ലോഗ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഏത് സബ്ജക്റ്റാണ് ഏറ്റവും ടഫ്? ഫിസിക്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിവിഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് മെത്തേഡാണ് മോള് ചെയ്യുന്നത്? ഞാൻ ഫിസിക്സ് ടഫ് ആവുന്ന എല്ലാവർക്കും ടഫാണല്ലോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കും. ഇക്വേഷൻസ് ഒക്കെ എഴുതിയിട്ടുള്ള ഷോർട്ട് നോട്ട് ഉണ്ടാക്കും. പിന്നെ ഓരോ ഇപ്പൊ മൊഡ്യൂളിന് പഠിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ വീണ്ടും ആദ്യം ഷോർട്ട് നോട്ട് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യും. പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ഏറ്റവും നല്ല മെത്തേഡാണ്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി മേക്കിംഗ് യുവർ കോൺസെപ്റ്റ് ക്ലിയർ, പക്ഷേ എക്സാം ടൈമിൽ നമ്മൾ ഏത് ടൈപ്പ് വെറൈറ്റി ക്വസ്റ്റ്യൻസ് കണ്ടാലും നമുക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും കൂടി ഇത് തരും. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റലിൽ വന്നപ്പോൾ കണ്ടിരുന്നു കുറേ റെഫറൻസ് ബുക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ റാൻഡം ആയിട്ട് പോയിട്ട് ചെയ്യാവുന്നൊരു മെത്തേഡാണ്. എനി ബുക്ക്, കുറച്ച് സമയം കിട്ടിയെന്ന് വിചാരിക്കുക, ഓക്കെ, ഒരു ഫ്രീ ടൈം കിട്ടുക, ജസ്റ്റ് പോവുക, കണ്ണടയ്ക്കുക, ഏതെങ്കിലും ഒരു റാൻഡം ബുക്ക് എടുക്കുക, ഫിസിക്സിൻ്റെ ഏതെങ്കിലും ഒരു പേജ് ഓപ്പൺ ചെയ്യുക, നോക്കുക എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ പേജിലെ ഫുൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഇത് ചെയ്യാൻ പറ്റുന്നത്, ഇത് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെയ്തിരുന്ന ഒരു മെത്തേഡായിരുന്നു. ലൈക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റെഫറൻസ് ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ രാത്രിയൊക്കെ നമുക്ക് ചിലപ്പം ഉച്ച കഴിഞ്ഞുള്ള സമയം പഠിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഉറക്കം വരില്ലേ, ആ സമയത്ത് എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈബ്രറിയിലേക്ക് പോവും. എന്നിട്ട് കുറേ ബുക്ക് ഉണ്ടല്ലോ, റാൻഡം ആയിട്ടൊരു ബുക്ക് എടുക്കും, ഏതെങ്കിലും ഒരു പേജ് തുറക്കും, ഫിസിക്സ് ആയിരിക്കും, കെമിസ്ട്രി ആയിരിക്കും, ഏതെങ്കിലും ബയോളജി, ആ പേജിൽ ഫുൾ ക്വസ്റ്റ്യൻ എനിക്ക് അറിയുന്നുണ്ടോ, എനിക്ക് അറിയാൻ ചാക്കണം. അപ്പം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും ചിലപ്പം, എനിക്കെല്ലാം അറിയാം, ഇനി ഒന്നും നോക്കാനില്ല എന്ന് തോന്നുന്ന സമയത്തും ഈ ഉറക്കം വരുന്ന സമയത്ത് ഇത് ചെയ്തിട്ടുണ്ടേ ഉറക്കം മുഴുവൻ പോയി കിട്ടും. അപ്പോൾ നമുക്ക് നല്ല എന്താ പറയുക, നമ്മുടെ ആ ഒരു ഓവർ കോൺഫിഡൻസിനെ അത് ബീറ്റ് ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ എനിക്ക് അറിയാത്ത എന്തൊക്കെയോ ഉണ്ട്, ലൈക്ക് ജെന്വിൻ ആയിട്ട് ചെയ്യണം. അതായത് എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് അറിയോ, സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഓക്കെ ഞാനാണ് രാജാവ്, ഇല്ലെങ്കിൽ ഡെഫിനറ്റ് നമുക്ക് അറിയണ്ടാവില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ആ ഭാഗം ഒന്ന് അപ്പോൾ റിവൈസ് ചെയ്യാൻ വേണ്ടി അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം അതൊരു നല്ല മെത്തേഡാണ്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ റിവിഷൻ ചെയ്യുമ്പോൾ ഇപ്പം ബയോളജി നല്ല ലെങ്തിയാണ്. അപ്പം ബയോളജിയുടെ ഒരു ജെനറ്റിക്സ് ഫുള്ള് മോൾക്ക് റിവിഷൻ ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക, അപ്പം എന്താ ചെയ്യുക? ജെനറ്റിക്സ് ഫസ്റ്റ് ഞാൻ എൻ്റെ അടുത്ത് നമ്മളെ DPP ഉണ്ടല്ലോ, DPP ഞാൻ ജസ്റ്റ് വായിക്കാൻ നിൽക്കില്ല, പക്ഷെ വേഗം ഓടിച്ചു പോവല്ലേ, നമ്മുടെ മെറ്റീരിയൽ തന്നെ ജസ്റ്റ് നോക്കി ഹെഡിങ്സ് നോക്കിയിട്ട് ഈ ഹെഡിങ് എനിക്ക് ഏകദേശം അറിയാമല്ലോ, ഐഡിയ ഉണ്ടല്ലോ. പിന്നെ ബയോ എന്ന് പറഞ്ഞാല് പിന്നെ വായിക്കാം, NCERT വായിക്കാം. ബയോളജി റിവിഷൻ ചെയ്യാൻ ഏറ്റവും നല്ല മെറ്റീരിയൽ ആണ് NCERT. പിന്നെ നമ്മുടെ NCERT ചിലപ്പോൾ പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് നല്ല പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയില്ല എന്ന് വരും, എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ ഉണ്ടല്ലോ DPPയിൽ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട്, ശരിക്കും ഫിസിക്സിനും കെമിസ്ട്രിക്കാണ് അത് ഏറ്റവും ഹെൽപ്ഫുൾ ആവുക. മൈൻഡ് മാപ്സും, അതായത് ഒരുപാട് ടോപ്പേഴ്സിനോട് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ലാസ്റ്റ് മിനിറ്റിൽ ഈ മൈൻഡ് മാപ്സ് വെച്ചിട്ട് ജസ്റ്റ് നോക്കിയിട്ട് പ്രോബ്ലം ചെയ്യും. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ നമ്മൾ ലാസ്റ്റ് എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതെല്ലാം കൊണ്ട് പോകില്ലല്ലോ. സോ ഏറ്റവും കൺസൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണ് അതല്ലേ നമ്മൾ റെഫറി ഉപയോഗിക്കുള്ളൂ. അപ്പം NCERT എപ്പോഴും യൂസ് ചെയ്യുക, ബയോളജിക്ക് NCERT. പിന്നെ ഇപ്പം ഏറ്റവും ഡിഫിക്കൽട്ട് ചാപ്റ്റർ ഏതാണ് ബയോളജിയിൽ? ജെനറ്റിക്സ് പറയാം. പിന്നെ ഈ എക്സാമ്പിൾസ്, മോർഫോളജി, അനാറ്റമി എക്സാമ്പിൾസ് ഒക്കെ. അപ്പൊ അത് ഓർത്തിരിക്കാൻ എന്താ ചെയ്യുന്നത്? കോഡ് ഉണ്ടാക്കും എന്നൊക്കെ പറയും, പക്ഷെ കോഡ് പിന്നെ ഏതിന്റെ ആയിരുന്നു ഈ കോഡ്, അത് പിന്നെ മറന്നു പോകും. അപ്പോൾ റിവൈസ് ചെയ്യാം വീണ്ടും. ഞാനിപ്പോ എനിക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അനാറ്റമി, മോർഫോളജി ആദ്യം ചെയ്ത് നോക്കും. ഓക്കെ, അപ്പൊ അതിനും ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് വിചാരിക്കാം, അതായത് എനിക്ക് അറിയോ, എനിക്ക് എന്താ ഇത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലല്ലോ, അതിനും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇത്. അതിന്റെ മാത്രം കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കുക, ചെയ്ത് നോക്കുക. എക്സാമ്പിൾസ് ഓർത്തെടുക്കാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ
നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മളെപ്പോഴും ന്യൂമോണിക്സും ഷോർട്ട് കട്ട്സും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം, ഇപ്പം ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് കുറേ കഥ പറഞ്ഞു തരും, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകളാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ സിനിമക്കാരൊക്കെ ഇതൊക്കെ വെച്ച് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ചിലർക്ക് അങ്ങനെയായിരിക്കില്ല, ചിലർക്ക് വല്ല കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇപ്പം ഹിബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? സീരീസ് ആണോ, ഫുഡാണോ? ഫുഡ്. ആ ഫുഡ് റിലേറ്റ് ചെയ്തിട്ടും എനിക്കും, അപ്പം ഫുഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണോ മോൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെ ഒരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട്, എന്നുവെച്ചാൽ ഫുൾ കോഡ് ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറയുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് റിലേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമുക്കത് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ വേറൊരാൾ തന്ന ഒരു കോഡ് നമ്മൾ ശരിക്കും കാണാപ്പാടാൻ പഠിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ കോൺസെപ്റ്റ് പഠിക്കുന്നത് പോലെ ഇതും പഠിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് റീകോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളത്. നമ്മൾ തന്നെ നമുക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റിയ അത് മോളുടെ എന്തെങ്കിലും ഫാമിലിയിലെ ഒരു ഇത് വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ആൾക്കാരുടെ പേര് വെച്ചിട്ടായിരിക്കും പെട്ടെന്ന് അത് കണക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ലൈക്ക് ഇപ്പോൾ മോളുടെ ഫാദറിന് ഒരു പ്രത്യേക ക്യാരക്ടർ ഉണ്ട്, അത് വെച്ചിട്ട് മോൾക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഇതാക്കി ആ ഫാദറിന്റെ പേര് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അത് നിനക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമല്ലേ അത്. സോ യു വിൽ ബി ഏബിൾ ടു റീകോൾ ഇറ്റ് ഈസിലി. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അങ്ങോട്ടുള്ള സമയത്ത് ഉറക്കം. അപ്പം നമ്മൾ എന്താണെങ്കിലും രാത്രി നല്ല ടെൻഷനൊക്കെ ഉണ്ടാകും, നമുക്ക് ഒന്നും അയ്യോ ഇതും കൂടെ പഠിച്ചിട്ട് കിടക്കാൻ നോക്കിയിട്ട് കിടക്കാൻ നമ്മൾ ഓർക്കും. പക്ഷേ 6 to 8 hours ഓഫ് സ്ലീപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഉറങ്ങണം. ഉറങ്ങിയില്ലെങ്കിൽ ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ ഹെൽത്തിനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ ഇനി അങ്ങോട്ടുള്ള സമയം ഉച്ച കഴിഞ്ഞിട്ടുള്ള റൂമിലുള്ള ബാക്കിയുള്ളവരൊക്കെ പഠിക്കല്ലേ, അപ്പൊ നമുക്ക് പോയി ഉറങ്ങാൻ തോന്നില്ല. പക്ഷെ അത് ഓരോരുത്തരുടെയും ഇത് ഡിഫറെന്റ് ആയിരിക്കും. അവർക്ക് സ്റ്റേ അവേക്ക് ചെയ്യാനുള്ള കഴിവുള്ളവരുണ്ടാവും. പക്ഷേ എല്ലാ മക്കളും ഒരു 6 മണിക്കൂർ എന്താണെങ്കിലും ഉറങ്ങിയിരിക്കണം എന്നാണ് ഞാൻ പറയുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യും. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ എക്സാം ടൈം 2 to 5 ടൈം, ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത് ശരിക്കും? ഞങ്ങള് റൂമിലുള്ളവർ തന്നെ പറയും നമ്മൾ ഈ ടൈമിൽ എക്സാം എഴുതാനുള്ളതാണ്, ആരും ഉറങ്ങാൻ നിൽക്കില്ല. ആ സമയത്ത് അപ്പൊ ആക്റ്റീവ് ആയിരിക്കും. അത് ഏറ്റവും കാരണം ഈ ഒരു ഹാബിറ്റ് നമ്മൾ ഇതൊരു റുട്ടീനാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് മെയ് വരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒന്നാമത് നല്ല ചൂടൊക്കെയുള്ള സമയമാണ്. അപ്പം ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ചിലപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ തോന്നിയെന്ന് വരും. ടെംപ്റ്റേഷൻ ഉള്ള സമയമാണ്. ആ സമയത്ത് ഒരു കാരണവശാലും ഉറങ്ങരുത്. ആക്റ്റീവായിട്ടിരിക്കുക. ക്വസ്റ്റ്യൻസ് ഏറ്റവും നല്ലത് അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുക. വെറുതെ ഞാൻ ഈ പറഞ്ഞ മെത്തേഡൊക്കെ ഇല്ലേ, കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതൊക്കെ ഒരുപാട് ആ സമയത്ത് നമ്മുടെ ബ്രെയിനിനെ ഭയങ്കര എൻഗേജ്ഡ് ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുക, എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ലൂസ് ടോക്ക് അല്ല, ഒരു ടോപ്പിക് എന്തെങ്കിലും ഡൗട്ട് ഉള്ളത്. പെട്ടെന്ന് എനിക്കൊരു സംഭവം ഓർമ്മ വന്നിട്ട് ഞാൻ തൊട്ടടുത്ത ആളോട് ചോദിച്ചാൽ ഓൾക്ക് ഇങ്ങനെ ആ ടോപ്പിക്ക് എനിക്ക് ഓർമ്മയില്ലല്ലോ, അപ്പോൾ ഓളും അത് റിവൈസ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാം, ചോദിക്കും. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇഫക്റ്റീവായിട്ട് സ്റ്റഡി പോട്ടെ. ഇനി ഏത് കോളേജിൽ കയറണം എന്നാണ് അപ്പം ഇബയ്ക്ക് ആഗ്രഹം? കോളേജ് ഓൾ ഇന്ത്യ എന്തായാലും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമുക്ക് പറ്റുന്നതല്ലേ ആഗ്രഹിക്കാൻ പറ്റും. അങ്ങനെ എന്താ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്തോ ആഗ്രഹിക്കാം, നമുക്ക് പറ്റുന്ന ആഗ്രഹിക്കാൻ പറ്റും. അങ്ങനെയൊന്നുമില്ല. നമ്മൾ അങ്ങനെ വിചാരിക്കുമ്പോഴാണ് നമ്മളെ തന്നെ ചെറുതായി കാണുകയാണ്. ഓക്കെ, അങ്ങനെയല്ല. മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഓൾറെഡി ഉണ്ടെന്ന് വിചാരിക്കുക അങ്ങോട്ട്. ഓക്കെ, മോൾക്ക് ആഗ്രഹം എന്താ? എയിംസിൽ പോകണം എന്നാണ്. എയിംസ് ഡൽഹിയിൽ എനിക്ക് പഠിക്കണം. അപ്പോൾ എന്നും മോള് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കണ്ണടച്ചിട്ട് പറയാം, താങ്ക് യു സോ മച്ച്, എനിക്ക് എയിംസ് ഡൽഹിയിൽ കയറാൻ പറ്റിയതിന്. ഓക്കെ, സ്റ്റാർട്ട് താങ്കിങ്. ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, എനിക്ക് ആഗ്രഹമുള്ള എനിക്കൊരു BMW വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഐ സിറ്റ് ആൻഡ് ഐ മാനിഫെസ്റ്റ്, താങ്ക് യു, എനിക്ക് ഈ കാറ് തന്നതിന് താങ്ക് യു. ഓക്കെ, അപ്പം ഇറ്റ് വിൽ വർക്ക് ഔട്ട്. ഇന്ന് നമ്മുടെ ലൈഫിൽ നമുക്കുള്ള പല കാര്യങ്ങളും നമ്മൾ പണ്ട് മാനിഫെസ്റ്റ് ചെയ്തതായിരിക്കും. ഓക്കെ, അപ്പോൾ മാനിഫെസ്റ്റിംഗ് വിൽ ഹെൽപ്പ് യു ലോട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മളെ കൊണ്ട് അതല്ലേ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നമുക്ക് എന്ത് വേണമെങ്കിലും പോസിബിൾ. യെസ്, എന്നാൽ ഇൻസ്റ്റലി അത് തന്നെ അങ്ങ് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് തന്നെ നടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.